സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഇന്നലെയോ ഇന്നോ ഭാഗം 9. കിടത്തിയിരുന്ന മൃദുവായ ഫ്ലാനൽ സഹിതം കുഞ്ഞിനെ അതീവ ശ്രദ്ധയോടെ സൗദാമിനിയമ്മ കൈകളിലെടുത്തു. അവർ മുഖത്തേക്ക് കൗതുകത്തോടെ ഉറ്റുനോക്കി. അമ്മയുടെ ചായ മാത്രമല്ല, അച്ഛന്റെ ചായയും മോൾക്ക് കിട്ടിയിട്ടുണ്ട്. സൗദാമിനിയമ്മ കണ്ടുപിടിച്ചു. വെട്ടിത്തം പറയാതെ സൗദാമിനി, നീ അതിന് കുഞ്ഞിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? വിശ്വനാഥ പിള്ള അവരെ കളിയാക്കി. കണ്ടിട്ടില്ലെങ്കിലും ശ്രുതിയുടെ മുഖച്ഛായ മാത്രമല്ല കുഞ്ഞിന് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. സൗദാമിനി അമ്മ വിട്ടുകൊടുത്തില്ല. വിഷണ്ണയായി ദർശന നിന്നു. ഇഷയ്ക്ക് സന്തോഷമാണ് അനുഭവപ്പെട്ടത്. സ്വന്തം അമ്മൂമ്മയുടെ കയ്യിൽ പേരക്കുട്ടി സുഖമായി ഉറങ്ങുന്നു. അപ്പൂപ്പൻ അത് നോക്കി ഒന്നും അറിയാതെ നിൽക്കുന്നു. കുഞ്ഞിന്റെ അച്ഛൻ വന്നില്ലേ മോളെ? സൗദാമിനി അമ്മ ചോദിച്ചു. വന്നു അമ്മേ, ഇഷ പറഞ്ഞു. എന്നിട്ട് എവിടെ കക്ഷി? ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ, തിടുക്കഭാവത്തിൽ വിശ്വനാഥ പിള്ള പറഞ്ഞു. അതിനിടയിൽ ഒരു ഗ്രഹപ്പീഴ. ചിക്കൻ പോക്സുമായിട്ടാണ് വന്നത്. കുഞ്ഞിനെ ദൂരെ നിന്ന് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ നാട്ടിലേക്ക് പോയി. ഇഷ പെട്ടെന്ന് ഒരു നുണ കണ്ടുപിടിച്ചു. അയ്യോ, കഷ്ടമായി പോയല്ലോ. കുഞ്ഞിനെ കാണാൻ ആശയോടെ പറന്നു വന്നിട്ട്. വിശ്വനാഥ പിള്ള സഹതപിച്ചു. അതിനെന്താ, അസുഖം ഭേദമായി കഴിഞ്ഞ് ഇഷ്ടം പോലെ കാണാമല്ലോ. കുഞ്ഞിന് അസുഖം പിടിപെടാതിരിക്കുന്നതല്ലേ പ്രധാനം, സൗദാമിനിയമ്മ പറഞ്ഞു. എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി ചിറ്റമ്മേ, ഞാൻ പോവാണ്. നിവൃത്തിയില്ലാതെ ദർശന യാത്ര പറഞ്ഞു. പോയിട്ട് വാ മോളെ. ഇഷയെ ഒന്ന് നോക്കിയിട്ട് ദർശന അപ്പോ തന്നെ പോയി. നിരാശ നെളിച്ച നോട്ടമായിരുന്നു അത്. സഹായത്തിന് ആരുമില്ലേ മോളെ? സൗദാമിനിയമ്മ തിരക്കി. ഇവിടെ സിസ്റ്റേഴ്സൊക്കെ നല്ല സഹായമാണമ്മേ. ഇന്നോ നാളെയോ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് എന്നെ കൊണ്ടുപോകൂ, ഇഷ പറഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടല്ലേ പോകൂ? വിശ്വനാഥ പിള്ള ചോദിച്ചു. അതിനുള്ള സമയമോ സൗകര്യമോ കിട്ടുമോന്ന് അറിയില്ലച്ചാ. എന്റെ ബാഗ് എടുക്കാൻ ആരെങ്കിലും വരും. സാരമില്ല, നൂലുകെട്ടിന് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം, അറിയിച്ചാ മതി, സൗദാമിനി അമ്മ പറഞ്ഞു. കുഞ്ഞ് അപ്പോൾ കണ്ണു തുറന്ന് സൗദാമിനി അമ്മയെ ഒന്ന് നോക്കി. എന്താ ചക്കരെ നോക്കുന്നേ? ഈ അമ്മൂമ്മ ഏതാണെന്ന് നോക്കുവാണോ? ഈ അമ്മൂമ്മ ഇഷ്ടമായോ എന്റെ പൊന്നിൻകൊടത്തിന്? കുഞ്ഞിന്റെ മൂർധാവിൽ ഉമ്മ വെച്ചുകൊണ്ട് അവർ അതിനെ കൊഞ്ചിച്ചു. സുദീപ് ഇപ്പോൾ ഇത് കാണണം. വിചിത്രവും അവിശ്വസനീയവുമായ എന്തെല്ലാം കാര്യങ്ങളാണ് വിധി ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല സുദീപിന്റെ നാട്ടിൽ എപ്പോഴെങ്കിലും എത്തുമെന്നോ, അവന്റെ വീട്ടിൽ താമസിക്കുമെന്നോ, അവന്റെ കുടുംബാംഗങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമാകുമെന്നോ, പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ അതിന്റെ അച്ഛൻ സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങുമെന്നോ. അറിയാതെ ഇഷയുടെ കണ്ണുകൾ നനഞ്ഞു. കുഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക് മടങ്ങി. താമരമൊട്ട് പോലെയുള്ള അതിന്റെ മുഖത്തേക്ക് നോക്കി നിർവൃതിയോടെ സൗദാമിനിയമ്മ ഇരുന്നു. മോളെ, വേറൊരു കാര്യം പറയാനുണ്ട്. അവർ ഇഷയുടെ നേർക്ക് മുഖം തിരിച്ചു. എന്താണമ്മേ? സബിതയും കൃഷ്ണനുണിയും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോവാണെന്ന്. അവൾ ആശ്ചര്യം നടിച്ചു. എന്തിന്? അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞെന്ന്. വേറെ നിവൃത്തിയൊന്നുമില്ലാത്തത് കൊണ്ട് അവർ വിചാരിക്കുന്നത് ദർശന ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പോലും. സബിതേച്ചി വേണ്ട നീക്കങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച മട്ടിലാണ്. ഞങ്ങളും സമ്മതം കൊടുത്തു മോളെ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയൊക്കെ വേണ്ടായോ? ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മുടെ പിന്നീടുള്ള ജീവിതം. ഉണ്ണിക്കും സബിതയ്ക്കും ആ സന്തോഷം കിട്ടുന്നുവെങ്കിൽ കിട്ടിക്കോട്ടെ, വിശ്വനാഥ പിള്ള പറഞ്ഞു. ഒരു നിർബന്ധമേ ഞങ്ങൾക്കുള്ളൂ. കുഞ്ഞിനെ കണ്ടാൽ അവർക്ക് പിറന്നതാണെന്ന് തന്നെ കാണുന്നവർക്ക് തോന്നണം. അക്കാര്യത്തിൽ സബിതേച്ചിക്കും ഉണ്ണിയേട്ടനും തെറ്റുപറ്റില്ല. കുടുംബത്തിൽ പിറന്ന കുഞ്ഞാണെന്നേ ആര് കണ്ടാലും പറയൂ. അല്പനേരം കൂടി ഈശോയോട് സംസാരിച്ചിരുന്നിട്ട് രണ്ടുപേരും തിരിച്ചു പോകാൻ തയ്യാറായി. സൗദാമിനിയമ്മ കുഞ്ഞിനെ വീണ്ടും ബെഡിലേക്ക് കിടത്തി. പകലുറങ്ങിയ രാത്രിയിൽ നിന്നെ ഉറക്കത്തില്ല മോളെ, കണ്ടില്ലേ? നല്ല ഉറക്കം, അവർ പറഞ്ഞു. ഇല്ലമ്മേ, ഇതുവരെ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്റെ ചൂട് പറ്റി ഉറങ്ങിക്കോളും, ചിരിയോടെ ഇഷ പറഞ്ഞു. മോളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനൊരു മടി. ഞാൻ ഇവിടെ നിൽക്കാം മോളെ, അച്ഛൻ പൊയ്ക്കോട്ടെ, സൗദാമിനിയമ്മ പറഞ്ഞു. വേണ്ടമ്മേ, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇന്ന് വരും. അതുവരെ ദർശന ഡോക്ടർ ഉണ്ടല്ലോ. രണ്ടുപേരും പോയി. ഇഷ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഈശ്വര, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഗേറ്റിന് വെളിയിൽ ഓട്ടോറിക്ഷ വന്നു നിന്നപ്പോൾ കഴിയുകയെടുത്ത തുണികൾ തോരാനിടുകയായിരുന്നു സബിത. ശബ്ദം കേട്ട് അവൾ പാരപ്പറ്റിനടുത്തേക്ക് ചെന്ന് താഴേക്ക് നോക്കി. സൗദാമിനിയമ്മയും വിശ്വനാഥ പിള്ളയുമാണ് ഓട്ടോയിൽ നിന്നിറങ്ങിയത്. അച്ഛനും അമ്മയും എവിടെ പോയിട്ട് വരികയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കൃഷ്ണനുമൊത്ത് അവർ മാർക്കറ്റിൽ പോയി വന്നപ്പോൾ ജയസുധയും സുദീപും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും പുറത്തേക്ക് പോയി എന്നേ ജയസുധ പറഞ്ഞുള്ളൂ.
തുണികൾ വിരിച്ചിട്ട് സബിത താഴേക്കിറങ്ങി വന്നു. ഊണുമുറിയിലിരുന്ന് ജയസുധയോട് വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അപ്പോൾ രണ്ടുപേരും. നല്ല റോസാപ്പൂവിന്റെ നിറമാ മോളെ ശ്രുതിയുടെ കുഞ്ഞിന്. ഇത്ര ഭംഗിയുള്ള കുഞ്ഞിനെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. സബിത അത് കേട്ട് ഞെട്ടി. രണ്ടുപേരും ശ്രുതിയുടെ കുഞ്ഞിനെ കാണാൻ പോയതായിരുന്നോ? നീ കരിനാക്ക് വളച്ചൊന്നും പറയാതെ സൗദാമിനി, കുഞ്ഞിന് വല്ല കണ്ണുദോഷവും വരുമേ. വിശ്വനാഥ പിള്ള അവരെ ശകാരിച്ചു. എന്റേത് കരിനാക്കല്ല, ഞാൻ കണ്ണു വെച്ചതുമല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞെന്നേയുള്ളൂ. ശ്രുതി ഭാഗ്യവതിയാ, പെൺകുഞ്ഞല്ലേ, നല്ല സുന്ദരിയായിരിക്കും വളർന്നു വരുമ്പോ. അല്ലെങ്കിൽ തന്നെ സുതൃത്തേച്ചിയുടെ മോളല്ലേ, സുന്ദരിയല്ലാതിരിക്കുമോ? ജയസുധ ആരാധന മറച്ചു വെച്ചില്ല. അമ്മയും അച്ഛനും കൂടി ശ്രുതിയെ കാണാൻ പോയേക്കുമായിരുന്നോ? സബിത ചോദിച്ചു. അതേ മോളെ, അവൾ പ്രസവിച്ചെന്നറിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ കാണാൻ പോണമെന്ന് വിചാരിച്ചതാ. ഇന്നിപ്പം 3-ാം ദിവസമല്ലേ, ഇതിൽ കൂടുതൽ എങ്ങനെ ക്ഷമിച്ചിരിക്കുന്നേ? സബിത അടുക്കളയിലേക്ക് ചെന്ന് തളർച്ചയോടെ ഭിത്തിയിൽ ചാരി നിന്നു. അച്ഛനും അമ്മയും ചെന്ന് ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു. വേറൊരു സ്ത്രീയുടേതാണെന്ന് പറഞ്ഞ് എങ്ങനെ ഇനി അതിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും? പദ്ധതികളെല്ലാം തെറ്റുകയാണ്. സുദീപേട്ടാ, ജയസുധ വിളിക്കുന്നത് അവൾ കേട്ടു. എന്താ ജയേ? ഇനി നമ്മൾ രണ്ടുപേരും മാത്രമേയുള്ളൂ ശ്രുതി ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ. നമ്മൾ എപ്പോഴാ പോകുന്നേ? വൈകുന്നേരം ആവട്ടെ. എല്ലാം പൂർത്തിയാവുകയാണ്. ഇനി ആരുടെയും കണ്ണുകളെ കബളിപ്പിക്കാൻ പറ്റില്ല. സബിതയ്ക്ക് കരച്ചിൽ വന്നു. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് പുറത്തുപോയിരുന്ന കൃഷ്ണനുണ്ണി വന്നത്. അയാളുടെ കൈപിടിച്ച് സബിത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിലടച്ചു. എല്ലാം തകർന്ന തരിപ്പണമായി ഉണ്ണിയേട്ടാ. നമ്മൾ മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് കഷ്ടപ്പെട്ട് ജനനം രജിസ്റ്റർ ചെയ്തതും വെറുതെയായി. അവൾ കരഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇവിടുള്ള എല്ലാവരും അവളുടെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു. അയാൾ സ്തബ്ധനായി നിന്നു. ഇനി നമുക്ക് ആ മോഹമങ്ങ് ഉപേക്ഷിച്ചേക്കാം. അങ്ങനെ വിചാരിക്കേണ്ട സബിതേ. ദർശന നമുക്ക് വാക്ക് തന്നതല്ലേ. ഇതല്ലെങ്കിൽ വേറൊരു കുഞ്ഞിനെ അവൾ. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ പിറന്നൊരു കുഞ്ഞിനെ നമുക്കിനി കിട്ടുമോ? അതെന്താ ഉണ്ണിയേട്ടൻ മനസ്സിലാക്കാത്തെ? അവൾക്ക് ദേഷ്യം വന്നു. പക്ഷെ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയില്ലേ. നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? നിസ്സഹായതയോടെ കൃഷ്ണനുണ്ണി അവളെ നോക്കി. അപ്പോഴാണ് ഡോക്ടർ ദർശനയുടെ വിളി വന്നത്. അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. എന്താ ദർശന, ഉണ്ണിയേട്ടൻ ഇപ്പോ വീട്ടിലാണോ? അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ സരോജിനി അമ്മ വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഹോസ്പിറ്റലിന്റെ ശ്രുതിയുടെ മുറിയിലാണ്. നാളെ രാവിലെ അവളെ ഡിസ്ചാർജ് ചെയ്ത് നീലിമംഗലത്തെ ഫ്ളാറ്റിലേക്ക് മാറ്റും. സാധിച്ചാൽ ഇന്ന് തന്നെ അവളുടെ ബാഗും മറ്റ് സാധനങ്ങളും ഹോസ്പിറ്റലിൽ എത്തിക്കണം. അത് കൊണ്ടുവരാം. സബിത ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയും വന്ന് കുഞ്ഞിനെ കണ്ടതുകൊണ്ട്. ഇനി എങ്ങനാണ്? ഫോണ് സബിതച്ചിയുടെ കയ്യിലൊന്ന് കൊടുത്തേ, ദർശന ആവശ്യപ്പെട്ടു. മൊബൈൽ അയാൾ സബിതയ്ക്ക് കൊടുത്തു. അക്കാര്യത്തിൽ വിഷമമൊന്നും വേണ്ട സബിതച്ചി. ഇന്നോ നാളെയോ ഒന്നും നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടില്ല. ഇപ്പോ കൊണ്ടുവന്നാലല്ലേ കുഞ്ഞിനെ അവർ തിരിച്ചറിയൂ. 2-3 മാസം ശ്രുതി ഇവിടെ കാണും. അപ്പോഴേക്ക് കുഞ്ഞ് നല്ലപോലെ വളരും. മുഖത്തിന്റെ ആകൃതിയും നിറവും ഒക്കെ മാറും. ധൈര്യമായിട്ട് നിങ്ങൾക്കതിനെ കൊണ്ടുപോകാം. അത് കേട്ടപ്പോഴാണ് സബിതയുടെ മനസ്സൊന്ന് തണുത്തത്. അവസാനം ശ്രുതി വാക്കുമാറത്തില്ലല്ലോ. ഒരു ഉറപ്പിനു വേണ്ടി അവൾ വീണ്ടും ചോദിച്ചു. ഇല്ലെന്നേ, ഞാനല്ലേ പറയുന്നത്. സബിതയ്ക്ക് സമാധാനമായി. അവൾ ഉടൻ തന്നെ സൗദാമിനി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നിട്ടുണ്ടെന്ന് ദർശന വിളിച്ചു പറഞ്ഞു. അവളുടെ ബാഗും മറ്റ് സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുചെന്ന് കൊടുക്കാമോ എന്ന് സബിത പറഞ്ഞു. അതിനെന്താ, കൊണ്ടുചെന്ന് കൊടുക്കൂ മോളെ, ഉണ്ണിയോട് പറഞ്ഞാ മതിയല്ലോ. സൗദാമിനി അമ്മ അനുവാദം കൊടുത്തു. ഞാനും കൂടി പോകാം അമ്മേ, ഉണ്ണിയേട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ തന്നെ ഈശയുടെ മുറിയിൽ ചെന്ന് വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും സൂട്ട്കേസിലും ബാഗിലുമായി സബിത പാക്ക് ചെയ്തു. കൃഷ്ണനുണ്ണിയുടെ സഹായത്തോടെയാണ് എല്ലാം കാറിൽ വെച്ചത്. സുദീപും ജയസുധയും അവരുടെ മുറിയിലായിരുന്നു. ഈ സംഭവമൊന്നും അവർ അറിഞ്ഞില്ല. അവർ ചെന്നപ്പോൾ ഇഷയുടെ മുറിയിൽ സരോജിനി അമ്മയുണ്ട്. 50 കഴിഞ്ഞ ഒരു സ്ത്രീ. സെറ്റുമുണ്ടായിരുന്നു വേഷം. ഐശ്വര്യമുള്ള അമ്മ. ഇതാണ് എന്റെ സരോജിനി അമ്മ. ഇഷ അവരെ പരിചയപ്പെടുത്തി. അല്പനേരം സരോജിനി അമ്മയോട് സംസാരിച്ചപ്പോൾ ദർശന തിരഞ്ഞെടുത്ത സഹായി ഏറ്റവും യോജിച്ച സ്ത്രീയാണെന്ന് സബിതയ്ക്കും കൃഷ്ണനുണ്ണിക്കും മനസ്സിലായി. നാളെ എപ്പോഴാണ് പോകുന്നത്? സബിത ചോദിച്ചു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. രാവിലെ ഡിസ്ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ്. മൊബൈല് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡ് ബാഗിൽ കാണും. വിളിച്ചാ മതി, ഞങ്ങൾ വരാം, കൃഷ്ണനുണ്ണി പറഞ്ഞു. ഞാൻ വിളിക്കാം. അല്പനേരം കൂടി ഇരുന്നിട്ടാണ് സബിതയും കൃഷ്ണനുണ്ണിയും പോയത്. അപ്പോൾ തന്നെ ബാഗിൽ നിന്ന് ഇഷ ലാപ്ടോപ്പ് എടുത്തു. ഒരാഴ്ചയിലേറെയായി മെയിൽ ചെക്ക് ചെയ്തിട്ട്. അവൾ ഓരോന്നായി പരിശോധിച്ചു.
അതിലൊരെണ്ണം ന്യൂസിലൻഡിൽ നിന്ന് സേതുമാധവൻ അങ്കിൾ അയച്ചതാണ്. ഇഷ, നിന്റെ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എംബസിയിൽ നിന്ന് ഈ ആഴ്ച തന്നെ അവർ വിളിക്കും. ഒരാഴ്ചക്കകം നിനക്ക് ഇവിടെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാഴ്ച. അവൾ ഞെട്ടലോടെ തലതിരിച്ച് കുഞ്ഞിനെ നോക്കി. സരോജിനി അമ്മയുടെ മടിയിലായിരുന്നു കുഞ്ഞ്. വെള്ളത്തുണി കൊണ്ട് അരുമയോടെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു അവർ അതിനെ. ഇഷ നോക്കുന്നത് കൊണ്ട് അവർ കണ്ടു. എന്താ മോളെ? കുഞ്ഞിനെ ഇങ്ങോട്ട് താ ചേച്ചി, അവൾ പറഞ്ഞു. സാവധാനം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞിനെയും കൊണ്ട് അവർ അവളുടെ അടുത്തേക്ക് ചെന്നു. ബെഡിൽ തുറന്നു വെച്ചിരുന്ന ലാപ്ടോപ്പ് അവൾ അല്പം നീക്കിവെച്ചു. എന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ചു. ചോര വായിച്ചുണ്ടുകൾ കൊണ്ട് അല്പമൊന്ന് തുറന്നു വെച്ച് ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു കുഞ്ഞ്. മഷി എഴുതിയതുപോലെ ആകൃതിയൊത്ത പുരികങ്ങൾ, വീതി കുറഞ്ഞ നെറ്റി, കറുത്ത മുടി, ചോര തൊട്ടെടുക്കാവുന്ന പോലെ തുടുത്ത കവിളുകൾ. എന്റെ ഈ സുന്ദരിക്കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ കാണാലോകത്തേക്ക് പറക്കും? വയ്യ. അവൾ മുഖം കുനിച്ച് കുഞ്ഞിന്റെ നെറ്റിയിൽ മൃദുവായി ചുണ്ടുകൾ ചേർത്തു. കണ്ണ് നിറയെ കണ്ട് കൊതി തീർന്നിട്ടില്ല. മനസ്സ് നിറയെ ഓമനിച്ച് തൃപ്തി വന്നിട്ടില്ല. വയറ് നിറയെ കുടിപ്പിച്ച് മുലയിലെ പാല് തീർന്നിട്ടില്ല. അറിയാതെ ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? സരോജിനി അമ്മ അത് കണ്ടുപിടിച്ചു. ഒന്നുമില്ല ചേച്ചി. പിന്നെന്തോ ഒരു വിഷമം പോലെ. അവൾ അത് നിഷേധിച്ചു. കുഞ്ഞിന്റെ അച്ഛനെ ഓർത്താണോ? ഹസ്ബൻഡ് ദുബായിലാണെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇഷ മൂളി. അത് സാരമില്ല മോളെ, അവധി കിട്ടാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഓടി വന്നേനെ. മോളെ വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഒരു കാര്യത്തിനും ഒരു കുഴപ്പവും വരില്ല. സരോജിനിയമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പാവം സരോജിനിയമ്മ എന്തറിയുന്നു? ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ന്യൂസിലൻഡിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവിടേക്കുള്ള യാത്ര ഉപേക്ഷിക്കാനും വയ്യ. കുഞ്ഞിനെ അങ്ങോട്ട് കിടത്തി ചേച്ചി, അവൾ പറഞ്ഞു. മുറിയിൽ ചെറിയ സ്റ്റീൽ തൊട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ വാങ്ങി സരോജിനിയമ്മ അതിലേക്ക് കിടത്തി. ഇഷ ലാപ്ടോപ്പ് എടുത്ത് സേതുമാധവൻ അങ്കിളിന് മറുപടി അയച്ചു. അങ്കിൾ, ഒരാഴ്ചക്കകം എനിക്കിവിടുന്ന് വരാൻ സാധിക്കുകയില്ല. ഞാനിപ്പോൾ ഒരു സർജറിക്ക് വിധേയയായി ഹോസ്പിറ്റലിലാണ്. 3 മാസമെങ്കിലും കഴിയാതെ ദീർഘയാത്ര പാടില്ലെന്നാണ് ഡോക്ടറുടെ ഉപദേശം. അങ്കിൾ വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുതേ. ഇഷ ഇപ്പോൾ തന്നെ ആ മെയിൽ അയച്ചു. ന്യൂസിലൻഡുകാരിയായ ഒരു സ്ത്രീയാണ് സേതുമാധവൻ അങ്കിളിന്റെ ഭാര്യ. അവർക്ക് കുട്ടികളില്ല. ഒരു തരം ദത്തെടുക്കൽ പോലെയാണ് ഇഷയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ പൗരത്വം സ്വീകരിക്കേണ്ടി വരും. അതോടെ നാടുമായുള്ള ബന്ധം മുറിയും. പിന്നെ സ്വദേശത്തേക്ക് വന്നാലായി, വന്നില്ലെങ്കിലായി. അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾക്ക്. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോൾ ഡോക്ടർ ദർശന റൗണ്ട്സിന് വന്നു. ഇന്ന് ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. 12 മണിയാകുമ്പോൾ പോകാം. ഉണ്ണിയേട്ടനും സബിത ചേച്ചിയും അപ്പോഴേക്ക് വരും. അവർ കൊണ്ടുപോകും ഫ്ലാറ്റിലേക്ക്. ബില്ല് എന്റെ കൈ തന്നെ തരണേ. ഉണ്ണിയേട്ടനെ കൊണ്ട് അത് പേ ചെയ്യിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞത് ബില്ല് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കണ്ട എന്നാണല്ലോ, ഡോക്ടർ പറഞ്ഞു. എന്റെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ തന്നെ പേ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, ഞാൻ ഓഫീസിൽ അക്കാര്യം അറിയിച്ചേക്കാം. ഹെൽത്ത് വൈസ് യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതുകൊണ്ടാണ് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്ക് ഞാൻ ഫ്ലാറ്റിലേക്ക് വരാം. താങ്ക് യു ഡോക്ടർ. ഒരിക്കലും മറക്കുകയില്ല ഞാൻ ഡോക്ടറിനെ. അത്രമാത്രം സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആത്മാർത്ഥതയോടെയാണ് ഇഷ അത് പറഞ്ഞത്. ദർശന ചിരിച്ചു. ആദ്യം എനിക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. യു ആർ ഫ്രീ ടു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. ആരും എതിർക്കുകയില്ല. ആരും. സബിതേച്ചിയെയും ഉണ്ണിയേട്ടനെയും ഉദ്ദേശിച്ചാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. ദർശന പോയി. ചേച്ചി, നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ ഇവിടുന്ന് പോകും. നമ്മുടെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും ബാഗിലെടുത്ത് വെച്ചേക്ക്. ലേറ്റാക്കാതെ നമുക്ക് പോകാമല്ലോ. സരോജിനി അമ്മ തലകുലുക്കി. വന്നപ്പോൾ ഒരാളിന്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോ കുഞ്ഞുടുപ്പുകൾ, ബേബി സോപ്പ്, ലോഷൻ, നാപ്കിൻ, ടവൽ, ഇനി എന്തെല്ലാം വാങ്ങാനിരിക്കുന്നു. മധുവിധു ആസ്വദിക്കുന്നതിനിടയിൽ സുദീപിന് വേറൊന്നും ഓർക്കുവാൻ അവസരം കിട്ടിയില്ലായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് താനും കുഞ്ഞും എങ്ങോട്ടാണ് പോകുന്നതെന്ന് സുദീപ് അറിയരുത്. സബിതേച്ചിയോട് അക്കാര്യം പ്രത്യേകം പറയണം. ദർശന ഡോക്ടറോടും അക്കാര്യം രഹസ്യമാക്കി വെക്കാൻ പറയണം. 11:30 കൃഷ്ണനുണ്ണിയും സബിതയും ഇഷയുടെ മുറിയിലെത്തി. ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ശ്രുതിയെ കൊണ്ടുപോയിക്കൊള്ളാൻ ദർശന പറഞ്ഞു. സബിത അറിയിച്ചു. അതിന് ഇതുവരെ ബില്ല് തന്നിട്ടില്ലല്ലോ, ഇഷ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു. പണം നേരത്തെ അടച്ചെന്ന് ഡോക്ടർ പറഞ്ഞു.
അത് നുണയാണെന്ന് അവൾക്ക് തോന്നി. കുഞ്ഞിന്റെ മേൽ അവകാശം സ്ഥാപിക്കാനുള്ള മറ്റൊരു ശ്രമം. ആരാണ് ബില്ലടച്ചത്? അവൾ വിട്ടില്ല. സുദീപ്. അവൾക്കത് വിശ്വാസം വന്നില്ല. സുദീപോ? അതെ. അവൻ അഡ്വാൻസായി ഒരു സംഖ്യ ശ്രുതി അഡ്മിറ്റായതിന്റെ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ അടച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഫൈനൽ ബില്ല് അതിലും താഴെയാണ്. വേണ്ടായിരുന്നു, അവൾ പറഞ്ഞു. എങ്കിലും അവൾക്ക് പ്രതിഷേധിക്കാൻ തോന്നിയില്ല. അവൻ കടമ നിർവഹിച്ചതാണ്. എന്തിന് കുറ്റം പറയണം? ആരെയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയോ ആരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണോ അല്ല അവൻ അത് ചെയ്തത്. പക്ഷേ ഇനി സുദീപുമായി ഒരു ബന്ധവും വേണ്ട. കാരണം അവൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ്. കഴിഞ്ഞതൊക്കെ മറ്റേതോ ജന്മത്തിൽ നടന്ന സംഭവമാണ്. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് പോയാലോ? സബിത ചോദിച്ചു. പോവാം. ദർശനെ കാണാൻ പോയേക്കുവാ ഉണ്ണിയേട്ടൻ. ഇപ്പം വരും. കൃഷ്ണനുണ്ണി ഉടൻ വന്നു. പോയേക്കാം അല്ലേ? പോവാം. കുഞ്ഞിനെ ഇഷയാണ് എടുത്തത്. ബാഗും സൂട്ട്കേസും മറ്റു സാധനങ്ങളും കൃഷ്ണനുണ്ണിയും സബിതയും സരോജിനിയമ്മയും കൂടി പങ്കുവച്ചു. ലിഫ്റ്റിൽ താഴേക്ക്, അവിടെ നിന്ന് കാറിലേക്ക്. പോകും മുമ്പ് ഡോക്ടർ ദർശനയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഇഷയ്ക്ക്. പക്ഷേ ഇനിയും കാണാൻ സാധ്യതയുണ്ടല്ലോ എന്നോർത്തപ്പോൾ ആ ആഗ്രഹം അടക്കി. കാറിന്റെ ബാക്ക് സീറ്റിലാണ് അവളും സരോജിനിയമ്മയും ഇരുന്നത്. മെയിൻ റോഡ് വഴി 10 മിനിറ്റ് യാത്ര, പിന്നെ റെയിൽവേ ലെവൽ ക്രോസ്. 12 നിലകളിലുള്ള ഒരു ഫ്ളാറ്റിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. യൂണിഫോം ഇട്ട ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വന്ന് കൃഷ്ണനുണ്ണിയോട് എന്തു ചോദിക്കുന്നത് അവൾ കണ്ടു. ലിഫ്റ്റിനടുത്ത് വരെ സെക്യൂരിറ്റിക്കാരൻ വന്നു. അയാളാണ് ലിഫ്റ്റിന്റെ ഡോർ തുറന്നതും അവരെ 7ാം നിലയിൽ കൊണ്ടുചെന്ന് എത്തിച്ചതും. ലിഫ്റ്റിൽ നിന്നിറങ്ങുമ്പോൾ ഇടതുവശത്ത് 2ാമത്തെ ഫ്ളാറ്റായിരുന്നു അവരുടേത്. കൃഷ്ണനുണ്ണി താക്കോലെടുത്ത് വാതിൽ തുറന്നു. വിശാലമായ ഡ്രോയിങ് കം ഡൈനിങ് റൂമിലേക്കാണ് വാതിൽ തുറന്നത്. 3 ബെഡ്റൂം, കിച്ചൺ, ബാൽക്കണി, മനോഹരമായി ഫർണിഷ് ചെയ്ത മുറികൾ. ഇടതുവശത്തേതാണ് മാസ്റ്റർ ബെഡ്റൂം. ശ്രുതിക്ക് അത് ഉപയോഗിക്കാം, കൃഷ്ണനുണ്ണി പറഞ്ഞു. മാസ്റ്റർ ബെഡ്റൂമിലാണ് അവളുടെ ബാഗുകൾ കൊണ്ടുചെന്ന് വെച്ചത്. അവൾക്ക് ഇഷ്ടപ്പെട്ടു ആ മുറി. ഡോക്ടർ ദർശനയുടെ വിദേശ ഇന്ത്യക്കാരിയായ കൂട്ടുകാരി സകല ആർഭാടങ്ങളും നിറഞ്ഞ ഫ്ളാറ്റാണ് വാങ്ങിച്ചിരുന്നത്. സരോജിനി അമ്മയ്ക്ക് കുക്കിംഗ് വശമുണ്ടല്ലോ? സബിത ചോദിച്ചു. 2 മണിക്കൂർ സമയം തരാമെങ്കിൽ 10 പേർക്കുള്ള ഒരു സദ്യ ഉണ്ടാക്കിത്തരും ഞാൻ. സരോജിനി അമ്മയുടെ ആത്മവിശ്വാസം കണ്ട് കൃഷ്ണനുണ്ണിയും സബിതയും ചിരിച്ചു. 2 മണിക്കൂർ മാത്രം പോരല്ലോ, സദ്യയുണ്ടാക്കാനുള്ള അരിയും പച്ചക്കറികളും എണ്ണയും ഉപ്പും മുളകുമൊക്കെ വേണ്ടേ? കൃഷ്ണനുണ്ണി ചോദിച്ചു. വേണം, അതില്ലാതെ പറ്റത്തില്ലല്ലോ. എങ്കിൽ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? സബിത ഇവിടെ ഇവർക്ക് കൂട്ടിരിക്കട്ടെ. സരോജിനിയമ്മ വന്നാ മതി. അനുവാദത്തിനായി അവർ ഇഷയുടെ നേർക്ക് നോക്കി. ഞാനൊന്ന് പോയിട്ട് വരട്ടെ മോളെ. അവൾ തലകുലുക്കി സമ്മതമറിയിച്ചു. സരോജിനി അമ്മയും കൊണ്ട് കൃഷ്ണനുണ്ണി മാർക്കറ്റിലേക്ക് പോയി. അവർ വരാതെ ഒരു കാപ്പി ഉണ്ടാക്കാൻ പോലും പറ്റത്തില്ല, സബിത പറഞ്ഞു. ഇപ്പോ ഒന്നും വേണ്ട ചേച്ചി, അവർ പോയിട്ട് വരട്ടെ. മെത്തയിൽ വിരിച്ച മൃദുവായ റബ്ബർ ഷീറ്റിൽ കിടന്ന് കുഞ്ഞ് കൈകാലുകൾ മെല്ലെ ഇളക്കി. ശ്രുതി എന്നാണ് തിരിച്ചു പോകുന്നത്? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം സബിത ചോദിച്ചു. അവിടുന്ന് പേപ്പേഴ്സ് വന്നാൽ ഉടൻ പോകേണ്ടി വരത്തില്ലേ? എനിക്കിപ്പം അതല്ല പേടി. അച്ഛനും അമ്മയും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവർ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞാലോ? ഇനിയിപ്പം എന്തു ചെയ്യും? നിസ്സഹായത നടിച്ച് ഇഷ ചോദിച്ചു. 2-3 മാസത്തെ സമയം കിട്ടുമെന്നാ ദർശന പറയുന്നത്. അപ്പോഴേക്ക് കുഞ്ഞു കുറച്ച് വളരും, പിന്നെ ആരും തിരിച്ചറിയത്തില്ലെന്നാ. എന്ന് വിചാരിച്ച് സമയമാകുമ്പോൾ ശ്രുതി പൊയ്ക്കോ. 2-3 മാസത്തെ കാര്യമല്ലേയുള്ളൂ. ഈ ഫ്ലാറ്റ് വിടുന്നില്ല, സരോജിനിയമ്മയെ വിടത്തുമില്ല. ഇടയ്ക്കിടെ ഉണ്ണിയേട്ടനും ഞാനും ഇങ്ങോട്ട് വന്നോളാം. കുഞ്ഞിന് ഒരു കുറവും വരുത്തില്ല. ഇഷ ഉള്ളിലൊന്ന് ചിരിച്ചു. എത്രയും വേഗം താൻ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതാണ് ഇവർക്കിഷ്ടം. ഏതായാലും പേപ്പേഴ്സ് വരട്ടെ, എങ്ങും തൊടാത്ത മട്ടിൽ അവൾ പറഞ്ഞു. 1 മണിക്കൂറിലേറെ സമയമെടുത്തു കൃഷ്ണനുണ്ണിയും സരോജിനിയമ്മയും തിരിച്ചെത്താൻ. പാലും പഴങ്ങളും പച്ചക്കറികളും അടക്കം ഒരു വീടിന്റെ അടുക്കളയിലേക്ക് വേണ്ടുന്ന സകലതും അവർ വാങ്ങിക്കൊണ്ടാണ് വന്നത്. ആദ്യം ഞാനൊരു ചായ ഉണ്ടാക്കാം, എന്താ? സരോജിനിയമ്മ ചോദിച്ചു. അങ്ങനാട്ടെ, സരോജിനിയമ്മയുടെ കൈപുണ്യം അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, കൃഷ്ണനുണ്ണി പറഞ്ഞു. അവർ സ്വീകരണ മുറിയിൽ സംസാരിച്ചിരുന്നു. 5 മിനിറ്റ് എടുത്തില്ല. അതിനു മുമ്പ് 3 കപ്പ് ചായയുമായി സരോജിനിയമ്മ വന്നു. ചായ ഉഗ്രൻ, രുചിച്ചു നോക്കിയിട്ട് കൃഷ്ണനുണ്ണി പറഞ്ഞു. സരോജിനിയമ്മയുടെ മുഖം വിടർന്നു. ഓട്സ് മേടിച്ചിട്ടുണ്ട് മോളെ, ഇപ്പം കാച്ചിത്തരാം. അത് കഴിഞ്ഞ് കഴിക്കാൻ വേറെന്തെങ്കിലും ഉണ്ടാക്കാം. സരോജിനിയമ്മ പെട്ടെന്ന് വീട്ടുഭരണം ഏറ്റെടുത്തു. അപ്പോൾ ഇനി ഞങ്ങൾ ഇരിക്കുന്നില്ല ശ്രുതി, നാളെ വരാം.
എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. കൃഷ്ണനുണ്ണിയും സബിതയും പോകാനായി എഴുന്നേറ്റു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയരുത്, ആരും, ഇഷ പറഞ്ഞു. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഒരു കുഞ്ഞുപോലും അറിയത്തില്ല. അറിയാതിരിക്കേണ്ടത് നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യമാണല്ലോ, സബിത പറഞ്ഞു. അവർ പോയി. പുതിയ സ്വാതന്ത്ര്യം ഇഷയെ വളരെയേറെ സന്തോഷിപ്പിച്ചു. ആരും അറിയാത്ത ഒരു ലോകത്ത് രഹസ്യ ജീവിതം, കുഞ്ഞും താനും മാത്രം. സഹായത്തിന് അമ്മയെപ്പോലെ ഒരു സ്ത്രീയും. 2 ദിവസം കൊണ്ട് ഫ്ളാറ്റുമായി അവൾ പൊരുത്തപ്പെട്ടു. ബാൽക്കണി തുറന്നാൽ മീനച്ചിലാറിന്റെ കൈവഴി കാണാം. മുൻവശത്താണ് മെയിൻ റോഡ്. 7ാമത്തെ നിലയിലായതുകൊണ്ട് ട്രാഫിക്കിന്റെ ശബ്ദം മുകളിലേക്ക് വരില്ല. മൊബൈലിൽ പുതിയ സിം കാർഡ് ആയിരുന്നതുകൊണ്ട് പലരുടെയും വിളി വന്നില്ല. അവൾ ആരെയും വിളിച്ചതുമില്ല. കുഞ്ഞിനെ കൊഞ്ചിച്ചും താലൊലിച്ചും സ്വപ്നങ്ങൾ കണ്ട് അവൾ സമയം ചെലവഴിച്ചു. സേതുമാധവൻ അങ്കിളിന്റെ മറുപടി വരാത്തത് കാരണം ഇടയ്ക്ക് ആശങ്കപ്പെടുകയും ചെയ്തു. എംബസിയിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ടോ എന്ന ഉത്കണ്ഠയോടെ രാവിലെയും വൈകുന്നേരവും അവൾ മെയിൽ പരതി. 3ാം ദിവസം വൈകുന്നേരം സരോജിനിയമ്മ കുളിക്കാൻ ബാത്റൂമിൽ കയറിയ നേരത്താണ് ഡോർബെല്ല് മുഴങ്ങിയത്. ഇഷ ചെന്ന് വാതിൽ തുറന്നു. സുദീപാണ് വന്നത്. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അവളുടെ മുഖത്തെ ഞെട്ടൽ കണ്ട് അയാൾ ചോദിച്ചു. അവൾക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. സുദീപ് അകത്തേക്ക് കയറി വാതിലടച്ചു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല ഇഷ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിസ്സഹായതയോടെ അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഒരു നിമിഷം ഇഷ നിശബ്ദയായി നിന്നു. തൊട്ടു മുന്നിൽ സുദീപ്. അവന്റെ ഉയരമുള്ള ശരീരവും വിരിഞ്ഞ നെഞ്ചും ബലിഷ്ഠമായ കൈകളും കണ്ട് അവളുടെ ശരീരം അറിയാതെ ഒന്ന് പ്രകമ്പനം കൊണ്ടു. അവൻ പതിവായി ഉപയോഗിക്കുന്ന ആ പെർഫ്യൂമിന്റെ നേർത്ത സുഗന്ധം അനുഭവപ്പെട്ടപ്പോൾ അവളുടെ മനസ്സ് ഒന്ന് ചാഞ്ചാടി. പക്ഷെ അവൾ സ്വയം നിയന്ത്രിച്ചു. സുദീപ്, ഗൗരവസ്വരത്തിൽ അവൾ വിളിച്ചു. എന്താ ഇഷ? ഉത്കണ്ഠയോടെ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി. നീ ചെയ്യുന്നത് തെറ്റാണ്. നീ എന്നെ കാണാൻ വരരുത്. ജയസുധയോട് ചെയ്യുന്ന വഞ്ചനയാണത്. തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാംഗ്ലൂരിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ കാണാൻ പോയാൽ അതൊരു തെറ്റാകുന്നതെങ്ങനെ? ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു ഞാൻ നിനക്ക്? ഇഷയുടെ ചോദ്യത്തിന് മുമ്പിൽ മുഖം കുനിച്ചു നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഞാനിവിടെയുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? സബിതയെടുത്തിയോട് ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് പറഞ്ഞത്. അത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. ദർശന ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു. ദർശനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രുതിയാണ്. എന്റെ യഥാർത്ഥ പേര് ഇപ്പോഴും അറിയില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധവും അറിയില്ല. നീയായിട്ട് അതറിയിക്കരുത്. ഇല്ലേഷ, ആർക്കും ഞാനൊരു ഉപദ്രവവും ചെയ്യുകയില്ല. നിന്നെ കാണണം, നമ്മുടെ മോളെ കാണണം. അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒന്ന് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ സുദീപ് നേരെ ബെഡ്റൂമിലേക്ക് പോയി. കുഞ്ഞു തൊട്ടിലിൽ സുഖനിദ്രയിലായിരുന്നു. ഇഷ അങ്ങോട്ട് പോയില്ല. സരോജിനിയമ്മ വന്ന് കണ്ടാൽ എന്ത് വിചാരിക്കും? അല്പനേരം കഴിഞ്ഞപ്പോൾ സുദീപ് മടങ്ങി വന്നു. അവന്റെ മുഖം അത്ര ദീപ്തമായി മുമ്പൊരിക്കലും അവൾ കണ്ടിട്ടില്ലായിരുന്നു. സുന്ദരിയാണ് നമ്മുടെ മോൾ. നിന്റെ ചായയാണ് കിട്ടിയിരിക്കുന്നത്, അവൻ പറഞ്ഞു. എന്റെ ചായയല്ല, കുഞ്ഞിന്റെ അച്ഛന്റെ ചായയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നതെന്നാ നിന്റെ അമ്മ കണ്ടിട്ട് പറഞ്ഞത്. സുദീപ് അവളെ പകച്ചു നോക്കി. അമ്മയ്ക്ക് ഒന്നും അറിയില്ലെങ്കിലും ആ നാവിൽ നിന്ന് പുറത്തു വന്നതാണ് സത്യം. വളരുമ്പോൾ നിന്റെ ചായയായിരിക്കും മോൾക്ക്, അവൻ പുഞ്ചിരിച്ചു. അതിൽ ഒരപകടമില്ലേ സുദീപ്? ഉണ്ണിയേട്ടന്റെയും സവിതയുടെയും മോളായിട്ടാണ് വളരുന്നതെങ്കിൽ ഒരപകടവുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ പിറന്ന കുട്ടിയാണെന്നേ എല്ലാവരും പറയും. ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അപ്പോൾ കേട്ടു. സരോജിനമ്മയുടെ കുളി കഴിഞ്ഞു തോന്നുന്നു. നീ ഇരിക്ക്, അവൾ പെട്ടെന്ന് പറഞ്ഞു. സുദീപ് സെറ്റിയിലേക്കിരുന്നു. എതിർവശത്തുള്ള സെറ്റിയിൽ ഇഷയും ഇരുന്നു. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം? അവൾ സാധാരണ മട്ടിൽ ചോദിച്ചു. അടുത്ത 15ന് ലീവ് തീരും. കഷ്ടിച്ച് 13 ദിവസം കൂടിയുണ്ട്. ജോയിൻ ചെയ്യുന്ന കാര്യം തീരുമാനിച്ചില്ല. അതെന്താ? US-ൽ നിന്ന് ഒരു ഓഫർ ഉണ്ട്. എ ഫാറ്റ് സാലറി പാക്കേജ്. ജയസുധയ്ക്ക് അതിൽ നല്ല താല്പര്യമുണ്ട്. ബട്ട് ഐ പ്രിഫർ ടു വർക്ക് ഇൻ ബാംഗ്ലൂർ, അവൻ പറഞ്ഞു. വൈ? മാസത്തിലൊരിക്കലെങ്കിലും വന്ന് നിന്നെയും മോളെയും എനിക്ക് കാണാമല്ലോ. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നോ, ഐ വിൽ ബി ഫ്ലൈയിങ് ടു ന്യൂസിലാൻഡ് ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്സ്. ഡിസൈഡഡ്? യെസ്. മോളോ? 3 മാസം പോലും ആകത്തില്ലല്ലോ. വിസ വേണ്ട, പാസ്പോർട്ടിൽ പേര് ചേർത്താൽ മാത്രം മതി. ഇഷ, വിശ്വസിക്കാനാവാതെ അയാൾ അവളെ നോക്കി.
ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാര്യങ്ങൾ വളരെ നിസ്സാരമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ജമുനയ്ക്ക് പരിചയമുള്ള നിർമ്മല ആന്റിയുടെ ഹോസ്റ്റലിൽ വന്ന് താമസിക്കുക, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പ്രസവിക്കുക, പാലായിലോ കുറവയിലെങ്കിലാട്ടോ ഉള്ള ഏതെങ്കിലും ഓർഫനേജിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുക, അടുത്ത വണ്ടിക്ക് മടങ്ങുക. സുദീപിന്റെ കണ്ണുകളിൽ വേദന നിറയുന്നത് അവൾ കണ്ടു. പക്ഷേ തീരുമാനങ്ങളെല്ലാം തകിടം മറിഞ്ഞു സുദീപ്. ദ പ്ലഷർ ഓഫ് ബീയിങ് എ മദർ, അതെനിക്കറിയില്ലായിരുന്നു. ആ സുഖം ഉപേക്ഷിക്കാൻ ഒരമ്മമാർക്കും സാധിക്കുകയില്ല. നിനക്കത് ഒരിക്കലും മനസ്സിലാവുകയുമില്ല. ഐ ഹാവ് നോ റൈറ്റ് ടു അഡ്വൈസ് യു, ബട്ട്. അപ്പോഴാണ് ഡ്രോയിങ് റൂമിലേക്ക് സരോജിനിയമ്മ കടന്നു വന്നത്. അവർ കുളി കഴിഞ്ഞ് പുതിയ സെറ്റുമുണ്ടുടുത്തിരുന്നു, മുടി വിടർത്തിയിട്ടിരുന്നു. ഉണ്ണിയേട്ടന്റെ ബ്രദറാ സരോജിനിയമ്മേ, സുദീപ് ബാംഗ്ലൂരിലാ വർക്ക് ചെയ്യുന്നേ. അവൾ അവനെ അവർക്ക് പരിചയപ്പെടുത്തി. സരോജിനിയമ്മ സൗഹൃദത്തോടെ ചിരിച്ചു. വന്നത് അറിഞ്ഞില്ല മോനെ, ഞാൻ കുളിക്കുമായിരുന്നു. കുടിക്കാൻ ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ. അവൻ പോയി. സരോജിനിയമ്മ പോയി. ഉണ്ണിയേട്ടനും സബിതയെടുത്തേക്കും നീ ഒരുപാട് ആശ കൊടുത്തിട്ടുണ്ട്. മോള് ജനിക്കുന്നതിന് മുമ്പായിരുന്നു അത്. ഉണ്ണിയേട്ടന്റെയും സബിതയെടുത്തിയുടെയും നിരാശ താൽക്കാലികമായിരിക്കും. പക്ഷേ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന വേദനയുമായി ഞാൻ കഴിയുന്നതാണ് അതിലും നല്ലത്. നീ പറയാമോ? ന്യൂസിലൻഡിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയാൽ പിന്നെ ഒരിക്കലും നീ തിരിച്ചു വരില്ല. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന അത്ര നിസ്സാരമായിട്ടാണോ നീ കാണുന്നത്? സുദീപ്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ പറഞ്ഞതിന്റെ അർത്ഥം അവന് മനസ്സിലായി. അവൻ മുഖം കുനിച്ചിരുന്നു. സരോജിനിയമ്മ 2 കപ്പ് ചായയുമായി വന്നു. ഒന്ന് സുദീപിന് കൊടുത്തു, മറ്റേത് ഇഷ എടുത്തു. സരോജിനിയമ്മയുടെ സാന്നിധ്യത്തിൽ 2 പേർക്കും പൊതുവായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. സുദീപ് അധികനേരം ഇരിക്കാതെ യാത്ര പറഞ്ഞു പോയി. സ്കൂളിലിരിക്കുമ്പോഴാണ് സബിതയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. കുഞ്ഞിന് ഒരു പേര് കണ്ടുപിടിക്കണ്ടേ? 28ന്റെ അന്ന് കുഞ്ഞിന് നൂല് കെട്ടണം. മടിയിലിരുത്തി അച്ഛനാണ് അത് ചെയ്യേണ്ടത്. കുഞ്ഞിനപ്പോൾ അച്ഛൻ പേരിടുന്നു. ആ പേര് വിളിച്ചാണ് അച്ഛന്റെ മടിയിൽ നിന്ന് അമ്മ കുഞ്ഞിനെ വാങ്ങേണ്ടത്. എന്തു പേരിടും മോൾക്ക്? സബിത ഒരുപാട് ആലോചിച്ചു. പല പേരുകളും മനസ്സിൽ വന്നു. ഒന്നിലും തൃപ്തി തോന്നിയില്ല. ക്ലാസ്സിലെ പെൺകുട്ടികളുടെ പേരുകൾ ഓർത്തു. പക്ഷെ പലതിനും പുതുമയില്ല, മറ്റു പലതിനും പരിഷ്കാരവുമില്ല. അപ്പോഴാണ് വേറൊരു മാർഗം അവളുടെ മനസ്സിൽ തെളിഞ്ഞത്. സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോൾ മുറിയിൽ കയറി വാതിലടച്ചിട്ട് അവൾ മൊബൈലിൽ കൃഷ്ണനുണ്ണിയെ വിളിച്ചു. എന്താ സബിത? ഉണ്ണിയേട്ടൻ തിരക്കിലാണോ? ഫ്രീ അല്ല, എന്നാലും പറ, അയാൾ ആവശ്യപ്പെട്ടു. കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റിയ 10,000 പേരുകൾ എന്നൊരു പുസ്തകമുണ്ടല്ലോ, അത് നിങ്ങളുടെ ബുക്ക് ഷോപ്പിലുണ്ടോ? എന്തിനായിപ്പോ അത്? ഓഹോ, മനസ്സിലായതുപോലെ അയാൾ പെട്ടെന്ന് നിർത്തി. ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ടുവരണേ. നോക്കട്ടെ. സബിതയ്ക്ക് സമാധാനമായി. ഉണ്ണിയേട്ടൻ വരുമ്പോൾ പുസ്തകം കൊണ്ടുവരും. അതേസമയം അർത്ഥമുള്ളതുമായ ഒരു പേര് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ ശ്രുതി അന്യദേശത്തേക്ക് പറക്കും. അത് കൂടുതൽ സൗകര്യമാകും. ഫ്ളാറ്റിൽ വെച്ച് പേരിടൽ ചടങ്ങ് നടത്താം. താനും ഉണ്ണിയേട്ടനും സരോജിനിയമ്മയും മതി. വേണമെങ്കിൽ ദർശനയെയും വിളിക്കാം. കുഞ്ഞിനെ അണിയിക്കാൻ സ്വർണ്ണ അരഞ്ഞാണവും തളകളും വളകളും മാലയും വാങ്ങണം. SB അക്കൗണ്ടിൽ അതിനുള്ള തുക കാണും. അറിയാതെ സബിത ഒരു പാട്ട് മൂളി. ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമരപ്പൂവോ. അല്പനേരം കഴിഞ്ഞപ്പോൾ ജയസുധ അവളുടെ വീട്ടിൽ നിന്ന് വന്നു. സുദീപേട്ടൻ ഇവിടുണ്ടോ ചേച്ചി? നിങ്ങൾ 2 പേരും കൂടിയല്ലേ ഉച്ചയ്ക്ക് മുമ്പ് ജയയുടെ വീട്ടിലേക്ക് പോയത്? ഒരു കൂട്ടുകാരനെ കാണുമെന്ന് പറഞ്ഞ് 3 മണിയായപ്പോൾ അവിടുന്ന് പോയതാ ചേച്ചി. ഇതുവരെ വന്നില്ല. ഇങ്ങോട്ട് വന്നോന്നറിയാനാ ഞാൻ. വന്നില്ല മോളെ. നീ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു, സെല്ലടിക്കുന്നുണ്ട്, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൾ പറഞ്ഞു. ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സുദീപിന്റെ കാറ് ഗേറ്റ് കടന്നു കയറി വന്നു. ദാ വന്നല്ലോ, സബിത പറഞ്ഞു. അയാളെ കണ്ടപ്പോൾ ജയസുധയ്ക്ക് ആശ്വാസമായി. സുദീപേട്ടൻ എവിടെയായിരുന്നു ഇത്ര നേരം? അവൾ ചോദിച്ചു. ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഇത്ര ലേറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചിങ്ങവനം വരെ പോകാൻ സമയമെടുക്കത്തില്ലെന്നാണോ നീ വിചാരിച്ചേ? വാ. സുദീപ് അവളെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് സ്റ്റെയർകേസ് കയറി. അവന്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലെന്ന കാര്യം സബിത ശ്രദ്ധിക്കാതിരുന്നില്ല. അന്ന് കൃഷ്ണനുണ്ണി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ബ്രീഫ് കേസിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് രഹസ്യമായി സബിതയ്ക്ക് കൊടുത്തു. അവൾ ആവശ്യപ്പെട്ട പുസ്തകമായിരുന്നു അത്. സന്തോഷം കൊണ്ട് അവളുടെ മുഖം വിടർന്നു. ഇതിൽ നിന്ന് ഒരു പേര് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല സബിതേ, അയാൾ പറഞ്ഞു. അതെന്താ?
കൂടുതലും ഉത്തരേന്ത്യൻ പേരുകളാണ്. നമുക്ക് യോജിച്ചതാകണമെന്നില്ല. അത് സാരമില്ല, ഞാനൊന്ന് നോക്കട്ടെ. അന്ന് പാതിര വരെ സബിത ആ പുസ്തകവുമായി മല്ലടിച്ചു. പക്ഷേ തൃപ്തികരമായ ഒരു പേര് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് പുലർച്ചെ അടുക്കളയിൽ അവൾ പ്രാതലുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സുദീപ് സ്റ്റെയർകേസ് ഇറങ്ങി വന്നു. വേറെ ആരും ഉണർന്നിരുന്നില്ല. എടത്തി, ഒരു ചായ വേണമല്ലോ. ഇപ്പൊ തരാം. ജയ എഴുന്നേറ്റില്ലേ? ഇല്ല. ഏടത്തി ഇന്നലെ ഉറങ്ങിയില്ലേ? കണ്ണുകൾ ചുവന്നു കിടക്കുന്നല്ലോ. സബിത ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ച് ഉറക്കമൊഴിയേണ്ടി വന്നു. വേറൊന്നിനുമല്ല, കുഞ്ഞിന് പറ്റിയ ഒരു പേര് കണ്ടുപിടിക്കാൻ. സംഭവിച്ചതെന്താണെന്ന് അവൾ സുദീപിനോട് പറഞ്ഞു. അവന്റെ മുഖം വിളറി. അതിനേടത്തി വെറുതെ പാടുപെടേണ്ട. അവളുടെ കുഞ്ഞിന് അവൾ പേരിട്ടോളും. എന്നാലും ഞാനല്ലേ വളർത്തുന്നതും സ്കൂളിൽ ചേർക്കുന്നതും. അപ്പോൾ എനിക്കിഷ്ടമുള്ള പേര് തന്നെ വേണം. സബിതയെടത്തിയുടെ അമിതമായ പ്രതീക്ഷയ്ക്ക് തടയിടണമെന്ന് സുദീപിന് തോന്നി. കുഞ്ഞിനെ അവൾ സബിതയെടത്തിക്ക് തരുമെന്ന് എന്താണ് ഉറപ്പ്? അവൾ ന്യൂസിലൻഡിൽ പോവല്ലേ? കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോയാലോ? സബിത ഒന്ന് ഞെട്ടി. കൊണ്ടുപോകുമോ? സാധ്യതയുണ്ട്. നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഇന്നലെ അവളെ കണ്ടു, ഫ്ലാറ്റിൽ ചെന്ന്. അവൾ സ്തബ്ധയായി അവനെ തന്നെ നോക്കി നിന്നു. അത് അവളുടെ കുഞ്ഞാണ് ഏടത്തി. അവൾക്കിഷ്ടമുള്ളത് ചെയ്യാൻ അവകാശമുണ്ട്. നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ. നിനക്ക് നിന്റെ കുഞ്ഞിൽ അവകാശമില്ലെന്നാണോ പറയുന്നേ? ഇടറിയ സ്വരത്തിൽ സബിത ചോദിച്ചു. എനിക്ക് അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ. യാന്ത്രികമായിട്ടാണ് അവൾ ചായയുണ്ടാക്കി അവന് കൊടുത്തത്. അവൻ ചായയുമായി പുറത്തേക്ക് ചെന്ന് പത്രമെടുത്ത് നിവർത്തി. അന്നും പതിവ് സമയത്ത് കൃഷ്ണനുണ്ണിയും സബിതയും ഓഫീസിലും സ്കൂളിലും പോകാനായി ഇറങ്ങി. ബൈക്കിലാണ് അവർ പോയത്. ഉണ്ണിയേട്ടൻ ഇന്ന് 10 മിനിറ്റ് വൈകി ഓഫീസിൽ ചെന്നാൽ മതിയോ? സബിത ചോദിച്ചു. എന്താണ് കാര്യം? നമുക്ക് ശ്രുതി ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. ഇന്ന് അതിലൊന്നറിയണം. ഇനി വിഡ്ഢിയാവാൻ വയ്യ. കൃഷ്ണനുണ്ണിക്കൊന്നും മനസ്സിലായില്ല. ബ്രേക്ക്ഫാസ്റ്റിന് സരോജിനിയമ്മ പാലപ്പവും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയത്. 2 അപ്പം കഴിച്ചപ്പോഴേക്ക് ഈശയുടെ വയറു നിറഞ്ഞു. പോരാ, ഒരപ്പം കൂടി തിന്നണം. സരോജിനിയമ്മ നിർബന്ധിച്ചു. വേണ്ട, എനിക്ക് മതി സരോജിനിയമ്മേ, അവൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. മോളുടെ വിശപ്പ് മാറിക്കാണും. പക്ഷേ കുഞ്ഞിന് പാല് കൊടുക്കണ്ടായോ? നന്നായിട്ട് ആഹാരം കഴിച്ചാലേ മുലയിൽ പാല് കാണൂ. സരോജിനിയമ്മയുടെ ആ ഉപദേശം സ്വീകരിക്കാതിരിക്കാൻ ഇഷയ്ക്ക് കഴിഞ്ഞില്ല. ഹോർലിക്സ് ചേർത്ത പാലും ഒരേത്തപ്പഴം വേവിച്ചതും കൂടി അവൾക്ക് ഭക്ഷിക്കേണ്ടി വന്നു. കുഞ്ഞിന്റെ ശരീരം മുഴുവൻ തുടച്ച് വൃത്തിയാക്കി ബേബി പൗഡർ പൂശി പുതിയ ഉടുപ്പിടിവിച്ച് അതിന്റെ മുഖത്തേക്ക് തന്നെ അവൾ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. കറുത്ത പളങ്കുമണികൾ പോലുള്ള മനോഹരമായ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ ഉറപ്പിച്ച് കുഞ്ഞു കിടന്നു. അപ്പോഴാണ് ഡ്രോയിങ് റൂമിലെ സെറ്റിയിൽ അവളുടെ മൊബൈൽ സംഗീതം പൊഴിക്കാൻ തുടങ്ങിയത്. രാവിലെ തന്നെ ആരോ വിളിക്കുന്നു. മോളു, അമ്മ ഇപ്പം വരാം കേട്ടോ. കുഞ്ഞിന്റെ കവിളിൽ ഒന്ന് തലോടിയിട്ട് അവൾ ബെഡ്റൂമിൽ നിന്നിറങ്ങിച്ചെന്ന് മൊബൈൽ എടുത്തു. ജമുനയാണ് വിളിക്കുന്നത്. ഗുഡ് മോർണിംഗ്. നീ എന്താ രാവിലെ? ഇന്ന് ഓഫീസിൽ പോകണ്ടേ? ഇഷ തിരക്കി. ഞാനിപ്പോ ബാംഗ്ലൂരിലല്ല, വീട്ടിലാണ്, ജമുന പറഞ്ഞു. വീട്ടിലോ? അതെ, പാലായിൽ. ഇന്നലെ വന്നു. നാളെ ഞാൻ അങ്ങോട്ട് വരുന്നു, നിന്നെയും കുഞ്ഞിനെയും കാണാൻ. നീ ഇപ്പോഴും ഹോസ്പിറ്റലിലാണോ അതോ? ഹോസ്പിറ്റൽ വിട്ടടി. സുദീപിന്റെ വീട്ടിലാണോ? അല്ല, ഒരു ഫ്ലാറ്റിലാണ്. ഹെൽപ്പിന് ഒരു സ്ത്രീയുമുണ്ട്. നീ എന്താ പിന്നെ സുദീപിന്റെ വീട്ടിലേക്ക് പോകാഞ്ഞത്? അവിടെ ആകുമ്പോൾ നിന്റെയും കുഞ്ഞിനെയും കാര്യങ്ങൾ നോക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. എല്ലാവരെയും കുറച്ചുനാൾ വിഡ്ഢികളാക്കാൻ പറ്റും. പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ഇഷ പറഞ്ഞു. ഓക്കെ, ഞാൻ തർക്കിക്കുന്നില്ല. എന്തായാലും നാളെ നിനക്കെന്നെ പ്രതീക്ഷിക്കാം. നിനക്ക് ഒരു സർപ്രൈസുമായിട്ടാണ് നാളെ ഞാൻ വരുന്നത്. എന്താണെടി സർപ്രൈസ്? അത് നാളെ അറിഞ്ഞാൽ മതി. അതിരിക്കട്ടെ, എവിടെയാണ് നിന്റെ ഫ്ലാറ്റ്? നീലിമംഗലത്താണ്. നീ പാലായിൽ നിന്ന് വരുന്ന റൂട്ടിൽ. സംക്രാന്തി കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. കഴിയുന്നത് നേരത്തെ ഞാൻ വരാം. കഴിയുന്നത് നേരത്തെ വന്നിട്ട് കഴിയുന്നത് നേരത്തെ പോകാനാണ് പ്ലാൻ അല്ലേ? ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിടൂ, ഇഷ പറഞ്ഞു. അതൊന്നും വേണ്ട, നിനക്ക് ബുദ്ധിമുട്ടാകും. കുഞ്ഞുള്ളതുകൊണ്ട് പുറത്തു പോയി കഴിക്കാനും പറ്റില്ലല്ലോ. അക്കാര്യത്തിൽ നീ വിഷമിക്കേണ്ട. നല്ല ഫുഡ് ഉണ്ടാക്കി തരാൻ എനിക്കൊരു സരോജിനി ചേച്ചിയുണ്ട് അവിടെ. എങ്കിൽ കുഴപ്പമില്ല. അതിരിക്കട്ടെ, കുഞ്ഞിന് ആരുടെ സൗന്ദര്യമായി കിട്ടിയിരിക്കുന്നേ? നിന്റെയോ അതോ? നാളെ വരുമ്പോ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാമല്ലോ. ഓക്കെ, നാളെ കാണാം. ജമുന കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ആരാണ്? ജയസുധയുടെ കണ്ണുവെട്ടിച്ച് സുദീപ് രാവിലെ പുറപ്പെട്ടോ? ഇഷ ചെന്ന് മുൻവാതിൽ തുറന്നു. കൃഷ്ണനുണ്ണിയും സബിതയുമാണ് വെളിയിൽ നിന്നിരുന്നത്.
രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവൾ പെട്ടെന്ന് പുഞ്ചിരിച്ചു. ഈ നേരത്ത് രണ്ടുപേരെയും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേച്ചിക്കിന്ന് സ്കൂളിൽ പോകണ്ടേ? അവൾ ചോദിച്ചു. പോകുന്ന വഴിയാണ്, സബിത പറഞ്ഞു. ഇഷ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. കുഞ്ഞുറക്കമാണോ? സബിത ചോദിച്ചു. അല്ല, വയറ് നിറഞ്ഞ് ഇപ്പം തൊട്ടിലിൽ മിണ്ടാതെ കിടക്കുകയാ. ഗൗരവഭാവത്തിലായിരുന്നു കൃഷ്ണനുണ്ണി. തൊട്ടടുത്ത് അതേ മട്ടിൽ സബിതയും ഇരുന്നു. അസുഖകരമായ ഒരു നിശബ്ദത. ഇഷയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും ഒരു കാഷ്വൽ വിസിറ്റിന് വന്നതല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ചേച്ചി കാര്യം? അവൾ ചോദിച്ചു. ഒരു പ്രധാന കാര്യം അറിയാൻ വേണ്ടിയാണ് ഈ നേരത്ത് സമയമുണ്ടാക്കി ഞങ്ങൾ വന്നത്. മുഖവരെയൊന്നുമില്ലാതെ ചോദിക്കട്ടെ, കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നിട്ട് ന്യൂസിലൻഡിലേക്ക് പോകണമെന്നാണല്ലോ ഇതുവരെ ശ്രുതി പറഞ്ഞത്. ആ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇഷയെ അഭിമുഖീകരിച്ച് സബിത ചോദിച്ചു. ആ തീരുമാനത്തിൽ ഇതുവരെ മാറ്റമൊന്നുമില്ല ചേച്ചി. പക്ഷേ ഇനി അതിൽ മാറ്റമുണ്ടാകുമോ എന്ന് എനിക്ക്. ഒറ്റയടിക്ക് പ്രതീക്ഷകൾ തകർക്കുന്നത് ശരിയല്ല. വല്ലാത്ത വേദന തോന്നും. പതിയെ പതിയെ. എന്താ ഇപ്പോൾ ഇങ്ങനൊരു സംശയം? കൃഷ്ണനുണ്ണിയാണ് ചോദിച്ചത്. എന്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് വരും മുമ്പാണ് നമ്മൾ അങ്ങനെയൊരു ധാരണയിലെത്തിയത്. കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് വളരെ ഈസിയാണെന്നായിരുന്നു അപ്പോൾ എന്റെ വിചാരം. തന്നെയുമല്ല, അതിന് കാരണക്കാരനായ അതിന്റെ അച്ഛനോട് പകയുമുണ്ടായിരുന്നു അപ്പോൾ. സബിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. വാ ഉണ്ണിയേട്ടാ, നമുക്ക് പോകാം. അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞല്ലോ. എന്റെ അനുജൻ സുദീപാണ് ഇതിന് കാരണക്കാരൻ എന്നറിയാതെയാണ് ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് നിന്റെ കുഞ്ഞിൽ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി. ധൈര്യമായിട്ട് കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നിനക്ക് പോകാം ശ്രുതി. എല്ലാം കൊണ്ടും അതാണ് നല്ലത്. നിനക്ക് നല്ലൊരു കുടുംബജീവിതം ബാക്കി കിടക്കുന്നു. അതിന് തടസ്സമാകും ഈ കുഞ്ഞ്. കൃഷ്ണനുണ്ണി പറഞ്ഞതെല്ലാം ഇഷ ശ്രദ്ധയോടെ കേട്ടു. ഉണ്ണിയേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നതിലും ഭംഗിയായി നിങ്ങൾക്ക് വളർത്താൻ കഴിയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്നിലെ അമ്മ ഒട്ടും സമ്മതിക്കത്തില്ല ഉണ്ണിയേട്ടാ. നിസ്സഹായതയോടെയാണ് അവൾ അയാളെ നോക്കിയത്.